ഹായ് മക്കളെ, വെൽക്കം ടു ടെല്ല ക്ലാസ്സസ്. ഇപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാന്ന് അറിയാമോ? നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഈ 10 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എൻ്റയർ കണ്ടന്റ്, എൻ്റയർ കോൺസെപ്റ്റ്, എൻ്റയർ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ പ്രീവിയസ് ഇയറിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മോഡലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഡിസ്കഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാൻ പറ്റും ഇനി. ഓക്കെ, അപ്പൊ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അതോടൊപ്പം ആ ചാപ്റ്ററിൽ എന്തൊക്കെ നമുക്ക് ഈ ഒരു റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ആണോ ആ കോൺസെപ്റ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ കഥയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയാടാ, ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്, നമുക്കിവിടെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, CBSE ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഓൺ ആർ, അതായത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റിലേഷൻ തന്നിട്ടുണ്ട്, എ റിലേറ്റഡ് ടു ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്നും ബി കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടണം, എനിക്കൊരു ഇന്റിജർ കിട്ടണം. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് റിലേഷൻ. എയും ബിയും ആരാ, നമ്മുടെ റിയൽ നമ്പേഴ്സാ. കാരണം എന്താ, എവിടെയാണ് റിലേഷൻ പറഞ്ഞേക്കുന്നത്, റിയൽ നമ്പേഴ്സിനകത്താണ് റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. എയിൽ നിന്ന് ബി കുറച്ചാൽ എപ്പോഴും എനിക്ക് എന്ത് കിട്ടണം, ഒരു ഇന്റിജർ കിട്ടണം. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ എന്താവണം, അത് റിഫ്ലക്സീവ് ആവണം, അത് സിമെട്രിക് ആവണം. ഓക്കെ, ആ റിലേഷൻ എന്തൊക്കെ ആവണം, അത് റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. സോ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം ആ റിലേഷൻ എന്താണെന്ന് പറയാം, അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. നോക്കാം, നമുക്ക് ഓരോന്ന് പ്രൂവ് ചെയ്യാം. റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഇത്രയും ആലോചിക്കുക, എയുമായിട്ട് തന്നെ എന്ത് കാണണം, റിലേഷൻ കാണണം. എ മൈനസ് ബി എലമെന്റ് ഓഫ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്, ഇസഡ്. ഈ റിലേഷൻ പ്രൂവ് ചെയ്യണം. നമുക്ക് റിഫ്ലക്സീവ് ആവണമെങ്കിൽ എയ്ക്ക് ആരുമായിട്ട് റിലേഷൻ ഉണ്ട്, എയുമായിട്ട് തന്നെ റിലേഷൻ ഉണ്ട്. അങ്ങനെ അത് നോക്കാം. എയ്ക്ക് എയുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, എ മൈനസ് എ. ബിക്ക് വേറെ ആര് തന്നെ വരും, എ റിലേറ്റഡ് ടു എ എന്ന് പറയണ്ടേ. റിഫ്ലക്സീവ് ആണെങ്കിൽ എന്ത് പറയണം, എ റിലേറ്റഡ് ടു എ എന്ന് പറയണം. സോ എ മൈനസ് എ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ മൈനസ് എ ഈസ് ഈക്വൽ എന്തെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. നമുക്കറിയാം 0 ഈസ് ആൻ ഇന്റിജർ. 0 എന്താണ്, ഒരു ഇന്റിജർ ആണ്. വിച്ച് ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു എ, വിച്ച് ഇംപ്ലൈസ് the relation is reflexive. ഓക്കെ, സോ മനസ്സിലായോ? റിഫ്ലക്സീവ് ആണെങ്കിൽ നമുക്കറിയാം എ റിലേറ്റഡ് ടു എ ആയിരിക്കണം. എക്ക് എയുമായിട്ട് തന്നെ എന്ത് കാണണം, റിലേഷൻ കാണണം. അങ്ങനെ നോക്കി ഞാൻ എ മൈനസ് എ നമുക്ക് ഡിഫൈൻ ചെയ്തിരുന്ന റിലേഷൻ എന്താ, എ മൈനസ് ബി എന്നല്ലേ. സോ റിഫ്ലക്സീവ് ആണെങ്കിൽ എ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യണം, എയുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യണം. സോ അങ്ങനെ നോക്കിയപ്പോ എ മൈനസ് എ ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി, 0 കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി 0 എന്താണ്, ഒരു ഇന്റിജർ ആണ്. അപ്പൊ ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം എയുമായിട്ട് റിലേഷൻ ഉണ്ട്. സോ നമുക്ക് പറയാം ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് ആണെന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നമുക്ക് ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് ആവണമെങ്കിൽ എന്താ, എ മൈനസ് ബി എലമെന്റ് ഓഫ് ഇസഡ് ആണ്. അതാണല്ലോ നമ്മുടെ റിലേഷൻ, ഒറിജിനൽ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എയും എന്തായിരിക്കണം, എലമെന്റ് ഓഫ് ഇസഡ് ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എ കോമ ബി ഉണ്ടെങ്കിൽ ആരും വേണം, ബി കോമ എയും വേണം അല്ലേ. എ കോമ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ എപ്പോഴും എ എന്ന് വിളിക്കുന്നത്. സോ എ കോമ ബി ഉണ്ടെങ്കിൽ ആരും വേണം, ബി കോമ എയും വേണം. അതായത് എ മൈനസ് ബി എലമെന്റ് ഓഫ് ഇസഡ് ആ. നമുക്ക് വിളിക്കാം എ മൈനസ് ബി ഈക്വൽ ടു എന്ന് വിളിക്കാം, എൻ എന്ന് വിളിക്കാം. എൻ നമ്മൾ ഇന്റിജേഴ്സിനെ നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെ, നാച്ചുറൽ എൻ ഉപയോഗിച്ച അല്ലേ. സോ എ മൈനസ് ബി ഈക്വൽ ടു എന്ന് വിളിക്കാം, എൻ എന്ന് വിളിക്കാം. നമ്മൾ എൻ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റിജേഴ്സിനെയൊക്കെ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. സോ എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഇന്റിജർ, എ മൈനസ് ബി ടു എൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മൈനസ് ഇങ്ങ് കോമൺ എടുക്കുക. സോ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, മൈനസ് എ പ്ലസ് ബി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടും. അല്ലെങ്കിൽ ആ മൈനസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു കിട്ടും, മൈനസ് എൻ. ബി മൈനസ് എ എന്തെന്ന് കിട്ടും, എൻ എന്ന് കിട്ടും, മൈനസ് എൻ എന്ന് കിട്ടും. നമുക്കറിയാം എൻ ഒരു ഇന്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് എൻ എന്ത് തന്നെയാ, ഒരു ഇന്റിജർ തന്നെയായിരിക്കും.
ഫോർ എക്സാമ്പിൾ 2 ഒരു ഇന്റിജറാ, -2 എന്ത് തന്നെ ഇന്റിജർ തന്നെയായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ബി മൈനസ് എ എന്താണ് എലമെന്റ് ഓഫ് ഇസഡ് ആണ്. ഓക്കെ ആണോ? സോ ബി മൈനസ് എയും എന്താണ് എലമെന്റ് ഓഫ് ഇസഡ് ആണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി ദ റിലേഷൻ which implies relation is reflexive. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായോ? ഒന്നുമില്ല, സിമെട്രിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം 1ഉം 2ഉം തമ്മിൽ റിലേറ്റഡ് അങ്ങനെയാണെന്ന് പറയുക. സിമെട്രിക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2ഉം 1ഉം തമ്മിൽ എന്ത് കാണണം? റിലേഷൻ കാണണം. 1ഉം 2ഉം തമ്മിൽ റിലേറ്റഡ് ആണെങ്കിൽ 2ഉം 1ഉം തമ്മിൽ എന്ത് കാണണം? റിലേഷൻ കാണണം. കേട്ടോ, എയും ബിയും തമ്മിൽ റിലേറ്റഡ് ആയി എ ബി ഉണ്ടെങ്കിൽ ആരും കാണണം? ബി എയും കാണണം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സോ എ മൈനസ് ബി ഉണ്ടെങ്കിൽ ആരും വേണം? ബി മൈനസ് എയും വേണം. കണ്ടോ, ഫസ്റ്റ് എഴുതുന്ന എലമെന്റിനെ നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത്, സെക്കൻഡ് എഴുതുന്നതിന് മുന്നേ സെക്കൻഡ് വിളിക്കുന്നത്. അപ്പൊ എ മൈനസ് ബി ഉണ്ടെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എയും വേണം. അതായത് എ മൈനസ് ബി ഉണ്ടെങ്കിൽ ബി മൈനസ് എയും എന്ത് ചെയ്യണം? അവിടെ പ്രസന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണെന്ന് പറയാം. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി? ആ റിലേഷൻ എന്താണെന്ന് കിട്ടി? സിമെട്രിക് ആണെന്ന് കിട്ടി. സോറി, ഇവിടെ ഞാൻ റിഫ്ലക്സീവ് എന്ന് എഴുതി അല്ലേ? സോ ഇവിടെ എന്താ ശരിക്കും? റിലേഷൻ ഈസ് സിമെട്രിക്. സിമെട്രിക്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ട്രാൻസിറ്റീവ് ആണോ. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്താ? എ മൈനസ് ബി, എയും ബിയും ആയിട്ട് റിലേഷൻ ഉണ്ട്, എ ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി വേറൊരു നമ്പർ ഉണ്ട് ബിയും സിയും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരും വേണം? എയും സിയും വേണം. ഓക്കെ, സോ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും വേണം? എ സിയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കേട്ടോ, എ ബിക്ക് സിയുമായിട്ട് റിലേഷൻ ആണെങ്കിൽ എയും സിയുമായിട്ടും എന്ത് വേണം? റിലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ മൈനസ് ബി എപ്പോഴും എന്തായിരിക്കണം? ഒരു ഇന്റിജർ ആയിരിക്കണം. ഒരു ഇന്റിജറിന് പകരം ഞാൻ എന്ത് കൊടുത്തു? എൻ എന്നുള്ള നമ്പർ വിളിച്ചു. ഇനി ബിയും സിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് സി എന്താണെന്ന് വിചാരിക്കുക? ഒരു ഇന്റിജർ ആണെന്ന് വിചാരിക്കുക. ഇത് n1 എന്ന് ഇരിക്കട്ടെ, ഇതെന്താ n2 എന്ന് ഇരിക്കട്ടെ. സോ എ മൈനസ് ബി എന്ന് പറയുന്നത് n1 ആണെന്ന് വിചാരിക്കുക, ബി മൈനസ് സി എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക? n2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരും വേണം? എയും സിയും വേണം. എയും സിയും തമ്മിൽ ഒരു റിലേഷൻ വേണം. അതായത് എ മൈനസ് സി വേണം. എ മൈനസ് സി എങ്ങനെ കിട്ടും? താൻ നോക്കിയാൽ സിമ്പിളാ. എ മൈനസ് ബിയുടെ കൂടെ ബി മൈനസ് സി ആഡ് ചെയ്താൽ പോലെ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആവും. നമുക്ക് ആരുണ്ട്? എ മൈനസ് സി കിട്ടും അല്ലയോ? സോ ഞാൻ അങ്ങനെ ചെയ്യാം. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസിക്കൽ എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേക്കുമല്ലോ, n1 പ്ലസ് n2. സോ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് സി ഈസിക്കൽ എന്താ? n1 പ്ലസ് n2 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എ മൈനസ് സി എലമെന്റ് ഓഫ് ഇസഡ് അല്ലേ? കാരണം എ മൈനസ് നമുക്ക് എന്ത് കിട്ടി? n1 പ്ലസ് n2, രണ്ട് ഇന്റിജേഴ്സ് എന്ത് ചെയ്തേക്കുക? ആഡ് ചെയ്തേക്കുക. നമുക്കറിയാം രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്താൽ പുതിയത് കിട്ടാൻ പോകുന്നത് തന്നെയായിരിക്കും ഒരു ഇന്റിജർ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3 കിട്ടും. സോ അത് എന്ത് തന്നെയാണ്? ഒരു ഇന്റിജർ തന്നെ. ഓക്കെ ആണേ? ഓക്കെ, സോ എയും ബിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ബിയും സിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി എയും സിയും തമ്മിലും ഈ റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ നമുക്ക് പറയാം ഈ റിലേഷൻ എന്താ? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച റിലേഷൻ എന്താ? അത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതുപോലെ അതെന്താ? അത് ട്രാൻസിറ്റീവ് ആണ്. സോ നമുക്ക് പറയാം ഇതെന്താണ്? ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി ഇതാ നോക്കിയേ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇനി കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 എന്താണ്? ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. 1/2 ഇങ്ങനെ ഒരു ബോർഡ്സിനകത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇത് തന്നെ എന്ത് പറയാം? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2. ഓക്കെ ആണോ? എന്താ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2? നമുക്ക് തന്നിട്ടുണ്ട് എ റിലേറ്റഡ് ടു ബി തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? എ റിലേറ്റഡ് ടു എന്തെന്ന് തന്നിട്ടുണ്ട്? ബി എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ബി റിലേറ്റഡ് ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എ റിലേറ്റഡ് ടു ബി എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/2ന്റെ ഇക്വലൻസ് ക്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതാ നോക്കിയാൽ ഈ രണ്ടാമത്തെ എലമെന്റിൽ ബി എന്ന് പറയുന്ന എലമെന്റ് എ റിലേറ്റഡ് ടു ബി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിക്ക് എന്ത് കൊടുക്കണം? 1/2 കൊടുക്കണം. ഓക്കെ ആണോ? സോ എ റിലേറ്റഡ് ടു ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇക്വലൻസ് ക്ലാസ് ഓഫ് എനി നമ്പർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വലൻസ് ക്ലാസ് 1/2 ആണ് കണ്ടുപിടിക്കുന്നത്. 1/2 എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സെക്കൻഡ് എലമെന്റ് ആണ്. ഓക്കെ, ആരാണ്? നമ്മുടെ സെക്കൻഡ് എലമെന്റ് ആണ്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2. അത് എക്സാമ്പിൾ ആയിരിക്കും മനസ്സിലാവും. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ആ സെക്കൻഡ് എലമെന്റിന് ഓരോ എന്ത് കൊടുക്കേണ്ടത്?
1/2 കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പറ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എ മൈനസ് ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1/2 ഈസിക്കൽ ടു എപ്പോഴും എന്തായിരിക്കണം? ഒരു ഇന്റിജർ ആയിരിക്കണം. ഇന്റിജറിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എ ഈസിക്കൽ ടു എന്താ? n പ്ലസ് 1/2 അല്ലെങ്കിൽ എ ഈസിക്കൽ ടു എന്ന് വിളിക്കാം 2n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് വിളിക്കാം 2 എന്ന് വിളിക്കാം. സോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ആണ് എന്ത് വിളിക്കുന്നത്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ. നമുക്കറിയാം ഇവിടെ 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2n n 0 കൊടുത്തു 1/2 കിട്ടും. n 1 കൊടുത്തു നോക്ക്, n 1 കൊടുത്തു കഴിഞ്ഞാൽ 3/2 കിട്ടും, അല്ലയോ? സോ 1/2, 3/2, 5/2 ഇതുപോലെ n -1 കൊടുത്തു നോക്ക്, അല്ലെങ്കിൽ n 0 കൊടുത്തു നോക്ക്, 0 കൊടുത്തപ്പോൾ 1/2 കിട്ടി. n -1 കൊടുത്തു നോക്ക്, -2 പ്ലസ് 1 -1/2 കിട്ടും. സോ -1/2 കിട്ടും. അതേപോലെ -2 കൊടുത്തു നോക്ക്, -4 പ്ലസ് 1 -3/2 കിട്ടും. കണ്ടോ? സോ 7/2 ഇങ്ങനെ. ഓക്കെ ആണോ? ഓക്കെ. സോ മേളിലൊരു ഓഡ് നമ്പരും വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 വരും. ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് ആൾക്കാരാണ് എന്തോന്ന്? നമ്മുടെ ഇക്വലൻസ് ക്ലാസ് ഓഫ് എന്ത് വരുന്നത്? 1/2 വരുന്നത്. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായോ? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 എന്താണെന്ന്? ഓക്കെ. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ആ സെക്കൻഡ് എലമെന്റിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1/2 കൊടുക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എകളെ എല്ലാം കൂടെ വിളിക്കുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫസ്റ്റ് എലമെന്റുകളെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2. ഓക്കെ ആണോ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. സോ ഇത് നിങ്ങളുടെ NCERT-യിൽ ഇക്വലൻസ് ക്ലാസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. CBSE ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആയത്. ഓക്കെ. അപ്പൊ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ NCERT-ക്കകത്ത് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ബോർഡ് എക്സാമിന് സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണേ? ഓക്കെ. സോ സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. സെക്കൻഡ് എലമെന്റിന് പകരം എന്ത് കൊടുക്കുക? എന്തിന്റെ ഇക്വലൻസ് ക്ലാസ് ആണോ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ആ എലമെന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നോക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത്? ഡിറ്റർമൈൻ വെദർ ആർ ഓൺ എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റിലേഷനും തന്നിട്ടുണ്ട് അല്ലെ? സെറ്റിനകത്ത് 1, 2, 3, 4 ഉണ്ട്. റിലേഷനകത്ത് 1, 1, 2, 2, 3, 3, 4, 4, 1, 3, 3, 1 ഇത്ര എലമെന്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പം ഇത് എന്താണ്? നമുക്ക് സെറ്റ് തന്നേക്കുന്നതും റിലേഷൻ തന്നേക്കുന്നതൊക്കെ എങ്ങനെയാണ്? നമുക്കൊരു റോസ്റ്റർ ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? തന്നേക്കുന്നത്. ഓക്കെ. സോ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് നോക്കാം റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ നമുക്ക് പറയാം എ റിലേറ്റഡ് ടു എന്തായിരിക്കണം? എ ആയിരിക്കണം അല്ലേ? എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ എന്താണെന്ന് പറയാം? റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഇവിടെ നമ്മുടെ എലമെന്റ്സ് ആരൊക്കെയാ? 1, 2, 3, 4. സോ 1 റിലേറ്റഡ് ടു എന്താ? 1 ആയിരിക്കണം. 1 1 റിലേഷൻ കാണണം, 2 2 റിലേഷൻ കാണണം, 3 3 റിലേഷൻ കാണണം, 4 4 എന്ത് ചെയ്യണം? റിലേഷൻ കാണണം. നമ്മുടെ റോസ്റ്റർ ഫോമിൽ എന്താണ്? 1, 1 1 1 തമ്മിൽ റിലേഷൻ ഉണ്ട്, 2 2 തമ്മിൽ റിലേഷൻ ഉണ്ട്, 3 3 തമ്മിൽ റിലേഷൻ ഉണ്ട്, 4 4 തമ്മിലും റിലേഷൻ ഉണ്ട്. സോ വിച്ച് ഇംപ്ലൈസ് നമ്മുടെ തന്നേക്കുന്ന റിലേഷനകത്ത് 1 1 തമ്മിൽ റിലേഷൻ ഉണ്ട്, 2 2 തമ്മിൽ റിലേഷൻ ഉണ്ട്, 3 3 തമ്മിലും 4 4 തമ്മിൽ റിലേഷൻ ഉണ്ട്. വിച്ച് ഇംപ്ലൈസ് ദ ഗിവൺ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഇനി സിമെട്രിക് ആവണമെങ്കിൽ എന്താ? എയും ബിയും തമ്മിൽ റിലേഷൻ ആണെങ്കിൽ ബിയും സിയും തമ്മിലും എന്ത് കാണണം? റിലേഷൻ കാണണം. അതായത് എ കോമ ബി നമ്മുടെ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ ബി കോമ സിയും റിലേഷനകത്ത് എന്ത് ചെയ്യണം? പ്രസന്റ് ആയിരിക്കണം. നോക്കാം. താഴെ നോക്കിയേ, ഇവിടെ 1, 3 അപ്പൊ ആരും ഉണ്ട്? 3, 1 ഉണ്ട്. ഓക്കെ. സോ 1, 3 ഉണ്ട്, 3, 1 എന്താണ്? നമ്മുടെ എലമെന്റ് ആണ്, റിലേഷനകത്തെ എലമെന്റ്സ് ആണ്. സോ എലമെന്റ് ഓഫ് റിലേഷൻ. ഇനി അതുപോലെ 1, 1 ഉണ്ട്. അപ്പൊ തിരിച്ചുള്ള 1, 1 വേണം. അത് നമുക്കറിയാം. സെറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? 1, 1 ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെ 2 ഉണ്ടെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ എത്ര സെറ്റിനകത്ത് എഴുതത്തുള്ളൂ? ഒരെണ്ണം എഴുതത്തുള്ളൂ. സോ ഇത് ഒരെണ്ണം മതി. 1, 1 ഒരെണ്ണം മതി. ഓക്കെ. സോ 1, 1 എന്ത് ചെയ്ത്?
ഒരെണ്ണം മതി. അതേപോലെ 2,2 3,3 4,4 ഒക്കെ എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം മതി. കാരണം 1ഉം 1ഉം തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചും ഉണ്ടല്ലോ, ആ രണ്ടാമത് എഴുതിയിരിക്കുന്നതും ആദ്യത്തെ എഴുതിയിരിക്കുന്നതും എന്ത് തന്നെയാ, 1 തന്നെ. ഓക്കെ, സോ നമുക്ക് ഡിഫറെന്റ് എലമെന്റ് വരുന്നതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ ചെക്ക് ചെയ്താൽ മതി. സെയിം എലമെന്റ്സിനെ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 2ഉം 2ഉം തമ്മിൽ റിലേറ്റഡാ. ഇത് തിരിച്ചെഴുതിയാലും എന്ത് തന്നെയാ, 2ഉം 2ഉം തമ്മിൽ എന്താ റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. സോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. സോ ഇവിടെ നമുക്ക് ഒരൊറ്റ എലമെന്റ് അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. 1,3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് 3,1 എലമെന്റ് ഓഫ് R ആണ്. രണ്ടുപേരും എന്താണ്, എലമെന്റ് ഓഫ് R ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 1 റിലേറ്റഡ് ടു 3 ആൻഡ് 3 റിലേറ്റഡ് ടു 1, which implies the relation is symmetric. റിലേഷൻ എന്താണ്, സിമെട്രിക് ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ട്രാൻസിറ്റീവ്. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ നോക്കാം. അത് നോക്കിയേ, A,B ഉണ്ട്, B,C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും വേണം, A,C വേണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ. A,B എലമെന്റ് ഓഫ് R ആണോ, B,C എലമെന്റ് ഓഫ് R ആണോ? അങ്ങനെയാണെങ്കിൽ A,C എന്തായിരിക്കണം, എലമെന്റ് ഓഫ് R ആയിരിക്കണം, നമ്മുടെ റിലേഷനകത്തുള്ള ആളായിരിക്കണം. അതാ നോക്കിയേ, നമുക്കിവിടെ അങ്ങനെ എയും ബിയും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആരുണ്ട്, 1,3 എലമെന്റ് ഓഫ് R ആണ്. 3,1 എന്താണ്, എലമെന്റ് ഓഫ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾസോ കണ്ടോ, 1ഉം 3യുമായിട്ട് റിലേഷൻ ഉണ്ട്, 3യും 1ഉമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1ഉം 1ഉമായിട്ട് എന്ത് ചെയ്യണം, റിലേഷൻ വേണം. Also 1,1 element of R, which implies relation is transitive. Relation is transitive. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. താണ്ട നോക്കിയേ, ഇവിടെ നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ. A,B ഉണ്ട്, B,C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും വേണം, A,Cയും വേണം. സോ A,B ഉണ്ട്, B,C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും വേണം, A,Cയും വേണം. ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ വേറെ റിലേഷൻ ഞാൻ പറയുക, ചുമ്മാ പറയുക റിലേഷൻ. ഒരു റിലേഷനകത്ത് 1,2 3,4 ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ചോദിക്കുക, ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ? ഉറപ്പായിട്ട് ഈ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. കാരണം ഇവിടെ 1,2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2, എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, 1, ആ എലമെന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2,x ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരും വേണം, 1,x വേണം. കണ്ടോ, 1,2 2,x ഉണ്ടെങ്കിൽ 1ഉം x ആയിട്ട് എന്ത് ചെയ്യണം, ഒരു റിലേഷൻ വേണം. ഓക്കെ, സോ 1,2ഉം 2,xഉം ഉണ്ടെങ്കിൽ ആരുണ്ടോ എന്ന് നോക്കിയാൽ മതി, 1,x ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ 1,xഉം കൂടെ ഉണ്ടെങ്കിൽ അതെന്താവും, ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ 1,2ഉം 3,4 ഉള്ളൂ, അങ്ങനെ 2 എലമെന്റേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ ആണ്. സോ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. A,Bയും B,Cയും ഉണ്ടെങ്കിൽ നമ്മൾ ആരെ കുറിച്ച് നോക്കിയാൽ മതി, A,C ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ട്രാൻസിറ്റീവ് ആക്കാനായിട്ട്. അല്ലാത്ത പക്ഷം വെറുതെ ഒരു റിലേഷൻ തരുന്നതാണ് ഇങ്ങനെ ഒരു റിലേഷൻ. A,B ഉണ്ട്, പക്ഷെ B,C എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിനകത്ത്. പിന്നെ A,C കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചുമ്മാ പറയാം ഈ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും, ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും, ഉറപ്പായിട്ടും പറയണം അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയണം. ഓക്കെ, ഓക്കെ, സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയുള്ള തെറ്റുകൾ, മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യാറുണ്ട്, അത് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാറുണ്ട് കുട്ടികൾ. ഓക്കെ, അപ്പൊ മക്കളെ അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, A,Bയും B,Cയും ഉണ്ടെങ്കിൽ A,C കുറിച്ച് ആലോചിച്ചാൽ മതി. വെറുതെ A,Bയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കേണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് ആ റിലേഷൻ എന്താണെന്ന് പറയാം, ട്രാൻസിറ്റീവ് ആണെന്ന് വെറുതെ പറയാം. ഓക്കെ, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്താ, f(x) = x² എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലോട്ടുള്ള ഒരു റിലേഷൻ ആണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് പറയാം ഈ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. f(x) = x². ഈസ് f 1,1 or on2? 1,1 ആണോ on2 ആണോ എന്ന് ചോദിച്ചേക്കുക. ഇനി 1,1 അല്ല on2 അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്ത് അതിനെ സെറ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
അതിനെ ബൈജക്റ്റീവ് ആക്കണം. അതായത് 1 1 ഉം 1 2 ആക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 1 ആണ് 1 2 ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എന്താ, ബൈജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, സോ 1 1 വേറൊരു പേരുണ്ട്, ഇൻജക്റ്റീവ് എന്ന് പറയാറുണ്ട്. എന്ത് പേരുണ്ട്, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ 1 1 എന്നായിരിക്കും ഇതിൽ ചോദിക്കുന്നത്, ഇൻജക്റ്റീവ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ, 1 1 ആണെങ്കിൽ ഇൻജക്റ്റീവ് എന്നുള്ള നെയിം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി 1 1 അല്ല 1 2 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തിട്ട് അതിനെ ബൈജക്റ്റീവ് ആക്കണം. 1 1 1 2 ആക്കണം. ആക്കിയതിനു ശേഷം എന്ത് കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോ, ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, അത് ബൈജക്റ്റീവ് ആകണം. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിലേ അതിന് എന്തുള്ളൂ, അതിന് ഇൻവേഴ്സ് ഉള്ളൂ. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഒരു ഫംഗ്ഷൻ 1 1 ആണ് 1 2 ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്തുകൊണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവേഴ്സ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. 1 1 എന്ന് പറയുന്നത് ഫംഗ്ഷൻ 1 1 ആണോ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ ജനറലി എങ്ങനെ വിളിക്കും, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താന്ന് തന്നിട്ടുണ്ട്, എച്ച് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഫംഗ്ഷൻ 1 1 ആവണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണ് എങ്കിൽ എക്സ് വണ്ണും എക്സ് ടുവും എന്തായിരിക്കണം, ഈക്വൽ ആണെങ്കിൽ മാത്രമേ എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു എന്താവൂ, ഈക്വൽ ആകത്തുള്ളൂ. ഓക്കെ, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട്. നമ്മുടെ എന്താ, ഔട്ട്പുട്ട്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് സെയിം ആണ്. കണ്ടോ, എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് രണ്ടും എന്താണ്, സെയിം ആണ്. ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ ഇൻപുട്ടുകളും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു 2x എന്ന് കിടക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് 4 ആണ്. എന്റെ ഔട്ട്പുട്ട് 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്, എന്റെ ഔട്ട്പുട്ട് 4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ, 2 ആണ്. 2 എന്ന് പറയുന്ന ഇൻപുട്ടിന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, 4 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ആണ്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൺ ചെയ്തപ്പോൾ എനിക്ക് 4 കിട്ടി, എഫ് ഓഫ് എക്സ് ടു ചെയ്തപ്പോഴും എനിക്ക് എന്ത് കിട്ടി, 4 കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഔട്ട്പുട്ട് രണ്ടും എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻപുട്ട് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇൻപുട്ട് ഏത് തന്നെ ആയിരിക്കണം, 2 തന്നെ ആയിരിക്കണം. ഓക്കെ, ഈ എക്സ് വൺ എക്സ് ടു എന്ത് തന്നെ ആയിരിക്കണം, 2 തന്നെ ആയിരിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് ഔട്ട്പുട്ട്, ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ, മീനിങ്. ഓക്കെ, ഓർത്ത് വെച്ചുക, ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ടേ ഉണ്ടാകും. ഓക്കെ, ഡിഫറെന്റ് ഇൻപുട്സ്. ഇപ്പൊ -2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 4 എന്ന് പറയുന്ന ആൻസർ കിട്ടത്തില്ല. സോ ഈ ഫംഗ്ഷൻ എന്താ, ഈ y is equal to x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, 1 1 ആണെന്ന് പറയാം. കണ്ടോ, ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട്. ഇതും കണ്ടീഷൻ അതല്ലയോ, ഔട്ട്പുട്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, സോ എക്സ് വണ്ണും എക്സ് ടു എന്ത് തന്നെ ആയിരിക്കണം, സെയിം ആയിരിക്കണം. കാരണം ആ എക്സ് വൺ അല്ലെങ്കിൽ എക്സ് ടു ആ ഇൻപുട്ടിന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ആ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഐഡിയ കണക്ട് ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഔട്ട്പുട്ട് സെയിം ആണ് എന്ന് പറയുമോ. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം, സെയിം ആയിരുന്നിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, സോ കണ്ടോ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2 കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, y4 കിട്ടും. ഓക്കെ, ഓക്കെ. പക്ഷെ ഇവിടെ നോക്കിയേ, എഫ് ഓഫ് 2 എന്താ, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 കിട്ടും. എഫ് ഓഫ് -2 എന്താ, -2 സ്ക്വയർ ചെയ്താലും എന്ത് തന്നെ കിട്ടും, 4 തന്നെ കിട്ടും. സോ 2 -2 എന്തല്ല, ഈക്വൽ അല്ല. സോ നമുക്ക് മനസ്സിലായി, ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തത്, ഇപ്പം 2 ഇൻപുട്ട് കൊടുത്താലും 4 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, -2 ഇൻപുട്ട് കൊടുക്കുമ്പോഴും 4 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്തല്ല, ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഫംഗ്ഷൻ എന്തല്ല, 1 1 അല്ല. ഇനി നമുക്ക് നോക്കാം ഈ ഫംഗ്ഷൻ എന്താണോ നോക്കാം, ഓൺ ടു ആണോ നോക്കാം. ഫംഗ്ഷൻ എന്താണോ നോക്കാം, ഓൺ ടു ആണോ. എങ്ങനെ ഫംഗ്ഷൻ ഓൺ ടു ആണോ നോക്കുന്നത്, ഒന്നുമില്ല, സിമ്പിൾ ഐഡിയ ആണ്. ഡൊമൈനും റേഞ്ചും എന്തായിരിക്കണം, സോറി, കോഡൊമൈനും റേഞ്ചും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. കണ്ടോ, കോഡൊമൈൻ റേഞ്ചും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതായത് നമുക്ക് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം, നമ്മളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇത് നമ്മുടെ റിയൽ നമ്പർ സെറ്റ്. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലോട്ടുള്ള ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ഇവിടുത്തെ ഈ സൈഡിലുള്ളതിനെ എല്ലാം നമ്മൾ എന്ത് വിളിക്കും,
ഇൻപുട്ട് എന്ന് വിളിക്കും. നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ എന്ന് വിളിക്കും. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആളാണ് നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്താ? നമ്മൾ ഇവിടുത്തെ ഒരു എലമെന്റ് ഇവനുമായിട്ട് റിലേഷൻ, ഇവനുമായിട്ട് റിലേഷൻ, ഇവനുമായിട്ട് റിലേഷൻ. സോ ഈ റിലേഷനിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? റിലേഷൻ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള ആൾക്കാരെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ വിളിക്കും റേഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ റേഞ്ചും കോഡൊമൈനും സെയിം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡൊമൈനിലുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? ഒരു പ്രീ ഇമേജ് വേണം. ഈ കോഡൊമൈനിലുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? ഒരു പ്രീ ഇമേജ് വേണം. ഓക്കെ ആണോ? അതായത് എല്ലാ വൈക്കും എന്ത് വേണം? ഒരു എക്സ് വേണം. ഇവിടെ വെറുതെ ആരും കിടക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ വെറുതെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ എന്ത് ചെയ്യാൻ പാടില്ല? അവന് ഇവനുമായിട്ട് റിലേഷൻ ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോഡൊമൈനിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വെറുതെ കിടപ്പുണ്ട്. അപ്പൊ കോഡൊമൈൻ റേഞ്ച് ഈക്വൽ ആയോ? ഈക്വൽ ആയില്ല. അങ്ങനെ ആൾക്കാരൊന്നും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വെറുതെ ഇരിക്കാൻ പാടില്ല. അവനെല്ലാം എന്ത് വേണം? ഒരു പ്രീ ഇമേജ് വേണം. അങ്ങനെ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താ? കോഡൊമൈനും റേഞ്ചും എന്താ എന്ന് പറയാം? ഈക്വൽ ആയെന്ന് പറയാം. അല്ല, ഇവിടെ ഒരാൾക്ക് പ്രീ ഇമേജ് ഇല്ലാതെ ഇങ്ങനെ വെറുതെ നിൽക്കുക. അപ്പൊ കോഡൊമൈനകത്ത് ഇവനുണ്ട്, പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ഇമേജ് ഉള്ള ആൾക്കാർ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ പ്രീ ഇമേജ് ഉള്ള ആൾക്കാരെ മാത്രം ചേർത്ത് വെച്ചാൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കും. സോ ഇവന് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. അവന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ കോഡൊമൈനിൽ ഇത്ര ആൾക്കാരുണ്ട്, പക്ഷെ റേഞ്ചിനകത്ത് ഒരു തന്നെ റേഞ്ച് എന്താ? റേഞ്ചും കോഡൊമൈനും എന്തായിരിക്കില്ല? ഈക്വൽ ആകത്തില്ല. അതെന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ട് നിൽക്കും. സോ നമുക്ക് മനസ്സിലായി കോഡൊമൈനും റേഞ്ച് ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഓൺ ടു ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താ? റിയലിന്ന് റിയലിലോട്ടുള്ള ഫംഗ്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? y ഈക്വൽ ടു എന്താ? എച്ച് സ്ക്വയർ. നമുക്കറിയാം y എന്തായിരിക്കും? y ഈസ് ആൾവേസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലയോ? സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, ആ വൈ ആണ് നമ്മൾ ഔട്ട്പുട്ട്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് റേഞ്ച് എന്ന് വിളിക്കുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആർ പ്ലസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ കോഡൊമൈൻ എന്താ? കോഡൊമൈൻ എന്താ? അത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സോ നമുക്ക് പറയാം ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡൊമൈൻ എന്ത് ചെയ്യണം? റെസ്ട്രിക്ട് ചെയ്യണം. നമുക്കിവിടെ മനസ്സിലായി ഫംഗ്ഷൻ 1 1 അല്ല. നമുക്കറിയാം -2 കൊടുത്താലും +2 കൊടുത്താലും എന്ത് കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. സോ നെഗറ്റീവ് നമ്പേഴ്സിന് ഇതേപോലെ -3 കൊടുത്താലും +3 കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 9 കിട്ടും. സോ ഈ നെഗറ്റീവ് നമ്പേഴ്സിനെ എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒഴിവാക്കി കളയാൻ പോവാ. ഞാൻ എന്തുമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ പോവാ? റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് മാത്രം എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നമ്മുടെ ഡൊമൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പോവാ? എടുക്കാൻ പോവാ. അപ്പൊ എന്റെ ഡൊമൈനിന് ഞാൻ റെസ്ട്രിക്ട് ചെയ്യാൻ പോവാ. സോ ഡൊമൈൻ ഞാൻ റെസ്ട്രിക്ട് ചെയ്തു. റെസ്ട്രിക്റ്റഡ് ടു എന്റെ ഡൊമൈൻ ഞാൻ റെസ്ട്രിക്ട് ചെയ്തു. എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ ഞാൻ എന്ത് ചെയ്തു? ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തു. അതുപോലെ ഞാൻ എന്റെ കോഡൊമൈനിനെ ഞാൻ എന്ത് ചെയ്തു? റെസ്ട്രിക്ട് ചെയ്തു. എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ. കാരണം എന്താ? എന്റെ കോഡൊമൈൻ ഓൺ ടു ആക്കണം. ഫംഗ്ഷൻ ഓൺ ടു ആക്കണമെങ്കിൽ എനിക്കറിയാം നമ്മുടെ മുന്നത്തെ അവസ്ഥയിലായിരുന്നു എന്ത് വരുന്ന കണ്ടീഷൻ? നമുക്ക് ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ല ഇവിടെ വെറുതെ നിൽക്കും. ഫംഗ്ഷൻ എന്താ? y ഈക്വൽ എന്താ? എച്ച് സ്ക്വയർ. y എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് ഈ കോഡൊമൈനകത്തുള്ള പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ എന്തുള്ളൂ? പ്രീ ഇമേജ് ഉള്ളൂ. നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം അവിടെ എന്ത് ചെയ്യും? വെറുതെ കിടക്കും. നെഗറ്റീവ് നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണല്ലോ കോഡൊമൈൻ എന്ന് പറയുന്നത്. സോ ആ റിയൽ നമ്പറിന്റെ സെറ്റിനകത്തുള്ള നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യും? അവിടെ വെറുതെ കിടക്കും. ഓക്കെ, അപ്പൊ അവന്മാരെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? എടുത്തു കളയാൻ പോവാ. അവന്മാരെ എടുത്തു കളഞ്ഞു. ഞാൻ ആരെ മാത്രമാക്കി? പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമാക്കി. 0 to ഇൻഫിനിറ്റി. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു? റെസ്ട്രിക്ട് ചെയ്തു. സോ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്തായി? ഫംഗ്ഷൻ നമുക്ക് എന്തായി? നൗ ദ ഫംഗ്ഷൻ becomes 1 1 and 1 2. Symbolize bijective. ഫംഗ്ഷൻ എന്തായി? ബൈജക്റ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കയ്യിൽ നിന്ന് ഫംഗ്ഷൻ എന്തായിരുന്നു? y ഈക്വൽ ടു എന്തായിരുന്നു? എച്ച് സ്ക്വയർ ആയിരുന്നു. y ഈക്വൽ ടു എന്തായിരുന്നു? എച്ച് സ്ക്വയർ ആയിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? അല്ലെങ്കിൽ y ഈക്വൽ ടു എച്ച് സ്ക്വയർ, f of x ഈക്വൽ ടു എച്ച് സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? x ഈക്വൽ ടു f ഇൻവേഴ്സ് ഓഫ്
വൈ. സോ ഈ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം നമുക്ക്. വൈ ഈസ് ഈക്വൽ ടു എന്താ, എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, റൂട്ട് ഓഫ് വൈ. റൂട്ട് എടുത്താൽ മതി. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, റൂട്ട് ഓഫ് വൈ. നമുക്കറിയാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു, ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തു. എക്സ് ഇൻപുട്ടിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ഉള്ളൂ, 0 to ഇൻഫിനിറ്റി ഉള്ളൂ. സോ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. എക്സ് ഈസ് ഈക്വൽ ടു എന്താ, റൂട്ട് വൈ. സോ ഈ റൂട്ട് ആണ് നമ്മുടെ എന്തോ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ ആണ്. ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. സിമ്പിൾ അല്ലേ, സിമ്പിൾ. നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഓൺ r/1. ഓക്കെ, അതായത് റിയൽ നമ്പേഴ്സിൽ നിന്ന് ആരെ കളഞ്ഞിട്ടുണ്ട്, 1 എന്ന് പറയുന്ന എലമെന്റ് എക്സിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കാരണം എന്താ, 1 വന്നു കഴിഞ്ഞാൽ 1 മൈനസ് 1 എന്തോ ഡിനോമിനേറ്റർ 0 വരും. ആ കണ്ടീഷൻ പോസിബിൾ അല്ല. സോ റിയൽ നമ്പേഴ്സിൽ നിന്ന് 1 കളഞ്ഞിട്ടുള്ള സെറ്റുമായിട്ടുള്ള റിലേഷനാണ് നമുക്ക് തന്നേക്കുന്നത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഷോ ദാറ്റ് ദ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് പകരം എന്ത് കൊടുക്കും, എക്സ് തന്നെ എടുക്കും. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് കൊടുക്കണം. കണ്ടോ, ഫംഗ്ഷനകത്ത് എന്ത് കൊടുക്കണം, എഫ് ഓഫ് എക്സ് കൊടുക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. ഇവിടെ എക്സിന് പകരം വന്നേക്കുന്ന എന്താ, 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. സോ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കൊടുക്കും. ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി എന്തുകൊണ്ട് 1 മൈനസ് എക്സ് ഉണ്ട്. എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, 1 പ്ലസ് എക്സ്. കണ്ടോ, എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് കൊടുക്കും. സോ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് കൊടുക്കും വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 1 മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഓക്കെ സോറി, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആയിരുന്നേ, ഇവിടെ മൈനസ് അല്ലേ, 1 മൈനസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. ഓക്കെ സോ മൈനസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് എക്സ് ക്യാൻസൽ ആയി പോകും. സോ 1 മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ്, മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 2 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് കിട്ടും, 1 മൈനസ്, ഈ മൈനസ് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1 മൈനസ് എക്സ് എന്ന് കിട്ടും. സോ 1ഉം -1 കൂടെ ക്യാൻസൽ ആവും, മൈനസ് എക്സും കൂടെ -2x ആവും. ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, -1/x എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി, -1/x എന്ന് കിട്ടും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്താ, ഇവിടെ എക്സ് അല്ല, -1/x. ക്വസ്റ്റ്യനകത്തുള്ള എററായിരുന്നേ, ക്വസ്റ്റ്യനിലുള്ള ചെറിയൊരു എററായിരുന്നു. എഫ് ഓഫ് എക്സ് എന്തെന്ന് കിട്ടും, -1/x എന്ന് കിട്ടും. ഓക്കെ ആണേ. ഓക്കെ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, ഈസ് എഫ് ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ, 1 ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ 1 ആണോ എന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ നോക്കണം 1 ആണോ എന്ന് നോക്കണം. ഫംഗ്ഷൻ 1 ആണോ, എങ്ങനെ നോക്കാം, ഫംഗ്ഷൻ 1 ആണെങ്കിൽ എനിക്കറിയാം എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആണെങ്കിൽ എന്തിന് ഈക്വൽ ആയിരിക്കണം, x1ഉം x2 എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കാം. അതാ നോക്കിയേ, എഫ് ഓഫ് x1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് x1 ഡിവൈഡഡ് ബൈ 1 മൈനസ് x1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 1 മൈനസ് x2. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമുക്ക് പറയാം 1 പ്ലസ് x1 ബൈ 1 മൈനസ് x1 ഈസ് ഈക്വൽ 1 പ്ലസ് x2 ബൈ 1 മൈനസ് x2 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, 1 പ്ലസ് x1 ഇൻറ്റു 1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് x2 ഇൻറ്റു 1 മൈനസ് x1. മൾട്ടിപ്ലൈ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് x2 പ്ലസ് x1 മൈനസ് x1 ഇൻറ്റു x2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 മൈനസ് x1 പ്ലസ് x2 മൈനസ് x1 x2. സോ ഈ മൈനസ് x1 x2 മൈനസ് x1 x2 എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും, 1ഉം ക്യാൻസൽ ആയി പോവും. നമുക്ക് എന്ത് കിട്ടി, x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു
x2 മൈനസ് x1 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം x2 എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകും, x1 എല്ലാം എടുത്തുകൊണ്ട് 2x1 ഈസ് ഈക്വൽ ടു 2x2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ആയി പോകും, നമുക്ക് ഫൈനലി കിട്ടും x1 ഈക്വൽ ടു എന്തെന്ന് കിട്ടി, x2 കിട്ടും. സോ എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 ഈക്വൽ ആണെങ്കിൽ ഫൈനലി നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, x1 ഉം x2 എന്താണെന്ന് മനസ്സിലായി, ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇടുക, x1 x2 ഇട്ട് കൊടുത്ത് ചെയ്യുക, അവസാനം ഫൈനലി നമുക്ക് എന്ത് കിട്ടും, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. കിട്ടിയാൽ നമുക്ക് പറയാം എന്താണ്, ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം. ഇനി ഈ ഫംഗ്ഷൻ, ഇതേ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം, ഓൺ ടു ആണോ എന്ന് നോക്കാം. ഓൺ ടു ആണോ എന്ന് നോക്കാം. ഓൺ ടു ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താണ്, ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഓൺ ടു ആണോ എന്ന് നോക്കാം. ഓൺ ടു ആണോ എന്ന് നോക്കാം. എനിക്ക് ഒരു പേജും കൂടെ വേണേ. ഓക്കെ, സോ നമുക്ക് ഓൺ ടു ആണ് ഫംഗ്ഷൻ ഓൺ ടു ആണ് നോക്കാം. നമുക്ക് അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് അല്ലേ. സോ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓൺ ടു എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അറിയാം ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ഔട്ട്പുട്ട് വൈ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഞ്ച്. വൈകളുടെ എല്ലാം കൂടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഞ്ച് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, അത് റിയൽ നമ്പേഴ്സ് ആയിരുന്നു. കാരണം റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് ഈ തന്നേക്കുന്നത് അല്ലേ, നമ്മുടെ ക്വസ്റ്റിനെ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സോ കോഡൊമൈൻ റിയൽ നമ്പർ ആണ്, എന്റെ വൈ എന്താണെന്ന് എനിക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. വൈയുടെ കളക്ഷൻ ആണ് നമ്മൾ എന്ത് വിളിച്ചത്, റേഞ്ച് എന്ന് വിളിച്ചത്. ഓക്കെ ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ പറ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാം. ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, ഇക്വേഷനെ മാറ്റി എഴുതും. ഓക്കെ, സോ y ഇൻറ്റു 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, 1 പ്ലസ് എക്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, y ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. സോ y മൈനസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്. എനിക്ക് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പോകും. ഓക്കെ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വൈയുടെ ഒരു ഇക്വേഷൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, എഴുതാൻ പോവാ. സോ എക്സ് ഈക്വൽ ടു എന്ന് കിട്ടി, എക്സ് ഈക്വൽ ടു എക്സിന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. വൈ ഈ വണ്ണിനെ ഇപ്പുറം കൊണ്ടുവരാം. സോ വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്താ, എക്സ് പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് കോമൺ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, 1 പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്തോ താഴ്ന്നു, ഇവിടെ എന്തായിരുന്നു വൈ പ്ലസ് 1, അതിങ്ങനെ താഴ്ന്നു. സോ വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താ, വൈ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, സോ വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ആണ് എക്സ്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വൈക്ക് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. വൈക്ക് എന്താ, ഏത് വാല്യൂ വേണമെങ്കിലും എനിക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ വൈ എന്താ പാടില്ല, വൈ നോട്ട് ഈക്വൽ ടു -1. വൈ എന്താവാൻ പാടില്ല, -1 ആവാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരാ, റിയൽ നമ്പേഴ്സ് ആണ്. നമ്മുടെ കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ്. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെ, റിയൽ നമ്പേഴ്സിൽ നിന്ന് 1 പോയിട്ടുള്ള ഇതിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് മനസ്സിലായി കോഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, റിയൽ നമ്പേഴ്സിൽ നിന്ന് ആരെ കളഞ്ഞിട്ടുണ്ട്, 1 കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയപ്പോൾ മനസ്സിലായി വൈക്ക് ഏത് വാല്യൂ വരാൻ പറ്റത്തില്ല, -1 വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ആരെയും കൂടെ കളയണം. വി നൗ മേക്ക് like we can now restrict ചെയ്യാം നമുക്കല്ലേ. we now restrict codomain to റിയൽ നമ്പറിൽ നിന്ന് ആരെയൊക്കെ കളയണം, 1 ആൾറെഡി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ 1നെ കളഞ്ഞ സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ആരെ കൂടെ കളയണം, മനസ്സിലായി -1 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വൈക്ക് വരാൻ പറ്റത്തില്ല. സോ കോഡൊമൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, -1നെയും കൂടെ കളയണം. ആൾറെഡി 1 ഇല്ലായിരുന്നു, നമുക്ക് തന്നേക്കുന്ന സെറ്റിനകത്ത് 1 ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ആരെയും കൂടെ കളയാൻ പോകും, കോഡൊമൈനിൽ നിന്ന് -1നെയും കൂടെ കളയാൻ പോകും. ഓക്കെ, സോ ഡൊമൈനിൽ നിന്ന് കളയേണ്ട ആവശ്യമില്ല. പക്ഷെ കോഡൊമൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, -1നെയും കൂടെ എന്ത് ചെയ്യണം, കളയണം. നമുക്ക് മനസ്സിലായി -1 എന്ന് പറയുന്ന വാല്യൂ വൈക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റത്തില്ല. ഓക്കെ, റേഞ്ചിനകത്തില്ല. നമുക്കറിയാം റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ
ഇവിടുന്ന് ആരെ കളയണം? 1 ആൾറെഡി ഇല്ല, നമ്മൾ എന്ത് ചെയ്തു? -1നെയും കൂടെ എന്ത് ചെയ്തു? കളഞ്ഞു. കോഡൊമൈനിൽ നിന്ന് കളയേണ്ട ആവശ്യമില്ല. കോഡൊമൈനിൽ നമ്മൾ എന്ത് ചെയ്തു? കോഡൊമൈനിൽ നിന്ന് -1നെയും കൂടെ കളഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ. നൗ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അപ്പൊ ഇപ്പൊ ഫംഗ്ഷൻ എന്തായി? ഓൺ ടു ആയി. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ പറ, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് y. അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിൽ ഞാൻ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ എഴുതണം. അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എക്സ് ഈക്വൽ ടു y മൈനസ് 1 ഡിവൈഡഡ് ബൈ y പ്ലസ് 1. ഇതാണ് എന്തോ നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. സോ അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിനോട് നോക്കാം. ലെറ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിയൽ സെറ്റിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. അതേപോലെ ജി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഈസിക്കൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഷോ ദാറ്റ് ജി ഈസ് എഫ് ഇൻവേഴ്സ് ബൈ വെരിഫൈങ് ജി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഐ ഡി ആൻഡ് എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു ഐ ഡി. ഇവിടെ ഈ ഐ ഡി തന്നേക്കുന്നത് വേറൊന്നുമല്ല, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ എക്സ്. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്താ? ഇൻപുട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ വിളിക്കുന്നത്. ഒന്നുമില്ല, എക്സ്. ഇതിന്റെ ആൻസർ ഫൈനലി എന്ത് വരും? എക്സ് എന്ന് വരും. ഓക്കെ. വൈ ഈസ് ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ അതാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരമാണ് എന്ത് കൊടുത്തേക്കുന്നത്? ഐ ഡി എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇതാ നോക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1 എന്നും തന്നിട്ടുണ്ട്. ജി ഈസിക്കൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 എന്നും തന്നിട്ടുണ്ട്. ജി ഈസിക്കൽ ടു എഫ് ഇൻവേഴ്സ് എക്സ്. എഫ് ഇൻവേഴ്സ് ജി എന്ന് പറയുന്നത് എന്താ? ഈ തന്നിരിക്കുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ജി ഓഫ് എഫും എഫ് ഓഫ് ജിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ അത് പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ജി എഫിന്റെ ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് തന്നെ പ്രൂവ് ചെയ്യാം. ജി ഓഫ് എഫ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ജി ഓഫ് എഫ്. ഓക്കെ. സോ ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിനെ ഷോർട്ട് ആക്കി എഴുതുന്നത് ജി ഒ എഫ് എന്ന് എഴുതുന്നത്. ഓക്കെ. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ പറ, ജി ഓഫ് എക്സ് എന്താ? നമുക്ക് ഫംഗ്ഷൻ അറിയാം. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ് ഫംഗ്ഷൻ. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ പറ, ക്യൂബ് റൂട്ട് ഓഫ്, ഇവിടെ എക്സിന് പകരം എന്താ കിടക്കുന്നത്? എഫ് ഓഫ് എക്സ് ആണ് കിടക്കുന്നത്. എക്സിന് പകരം എന്താ കിടക്കുന്നത്? എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇവിടെ കിടക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ്. എക്സിന് പകരം എഫ് ഓഫ് എക്സ്. ക്യൂബ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1. സോ ക്യൂബ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താടാ? എക്സ് ക്യൂബ് പ്ലസ് 1 അല്ലേ? സോ എക്സ് ക്യൂബ് പ്ലസ് 1. എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുത്തു? എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് കൊടുത്തു. ഇനി ഒരു -1 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ എന്ന് വരും? എക്സ് എന്ന് വരും. ആൻസർ എന്ത് വരും? എക്സ് എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അതേപോലെ എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? എക്സ് ക്യൂബ് പ്ലസ് 1. അപ്പൊ ഇവിടെ എന്ത് വരും? ജി ഓഫ് എക്സിന്റെ ക്യൂബ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 അല്ലേ? അതിന്റെ ക്യൂബ്. ഓക്കെ. പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് മൈനസ് 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഓക്കെ. സോ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 1 the whole raised to 1/3, the whole cube. So ഈ 3 കൂടെ ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും? x മൈനസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. സോ എന്ത് കിട്ടും? ആൻസർ എക്സ് എന്ന് കിട്ടും. വീണ്ടും എന്ത് കിട്ടി? y ഈസ് ഈക്വൽ ടു എക്സ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടി. എന്ത് കിട്ടി? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കിട്ടി. ഓക്കെ. ഓക്കെ. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി ജി ഓഫ് എഫും എഫ് ഓഫ് ജിയും ഈക്വൽ ആണ്. സോ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജിയുടെ ഇൻവേഴ്സ് ആണ്. കാരണം എന്താ? നമുക്കറിയാം
എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും എക്സ് ആയിരിക്കും. കാരണം ഫംഗ്ഷനും ഇൻവേഴ്സും ഒരേ സാധനത്തിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷനും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ഔട്ട് ആവും. നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? എക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. ജി ഓഫ് എക്സ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അതായത് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻവേഴ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ. സോ അത്രേ ഉള്ളൂ. സിമ്പിൾ.